ഇപ്പോൾ ചാപ്റ്ററിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. തഫി നട്ട് लास्ट पैराग्राफ है 11वां पेज. തഫി നട്കട്ടുക്കോ പോക്കർ കിനാരെ एक ചിക്കിനി ഗിട്ടി ദിഖായി പടേ. അങ്ങനെ അവർ ഇതെല്ലാം കഴിഞ്ഞു കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നല്ല ഉരുണ്ട ഒരു കല്ല് കിട്ടിയത്. ആർക്കാ കിട്ടിയത്? നട്കട്ട്. നട്കട്ടിനെ ഉസേ ഉഠാലിയ. നട്കട്ട് എന്ത് ചെയ്തു? അതിനെ എടുത്തു. और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी में सातक पर ഉജൽത്തി ഹുയി ദൂർ തക്ക് ചലി ഗയി. ആ കല്ലെന്ത് ചെയ്തു? അവനിങ്ങനെ നല്ല ഉന്നം വെച്ചങ്ങ് എറിഞ്ഞു. ദേക്കാ ദേക്കി ചട്പട്ടിനെ ഫി ഒക്കെ ഗിഡ്ഡി ഉടാക്കർ ഫേങ്ക് ദേ. അതേപോലെ ആര് ചെയ്തു? ചട്പട്ടും ചെയ്തു. എന്തിനാ കല്ലിങ്ങനെ എറിഞ്ഞ? കല്ലിങ്ങനെ വെള്ളത്തിൽ ദൂരെ എറിയുമ്പോൾ എന്തിങ്ങനെ ബ്ലുമ്മനെ വീണ് നല്ല ഓളം പോലെ വരും, നല്ല റൗണ്ട് പോലെ. ലേക്കിൻ ഉസ്കി ഗിഡ്ഡി ഏകദം പാനി മേ ഗുഡുബ് ഹോ ഗയി. പക്ഷേ ചട്പട്ട് എറിഞ്ഞത് അതുപോലെ ആയില്ല. അവ എറിഞ്ഞ കല്ലെന്ത് ചെയ്യും? അങ്ങ് ബ്ലുമ്മനെ അങ്ങ് പോയി. ഹാ ചോട്ടി തും സിക്കാ സക്തി ഹോ. ഉടനെ തന്നെ ചേട്ടൻ ചോദിക്കുകയാണ്, എനിക്ക് നീ പഠിപ്പിച്ചു തരുമോ? ക്യൂ നഹി, പിന്നെന്താ? അഫീലോ, ഇപ്പം തന്നെ പഠിപ്പിച്ചു തരാം. നട്കട്ടിനെ ധ്യാൻ സെ നീച്ചെ ദേക്കർ ഏക്ക് ഗിഡ്ഡി ഉടായി ഓർ ചട്പട്ട് കോ ദിഖാത്തെ ഹുയെ ബോല. അങ്ങനെ നട്കട്ട് എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു ഒരു കല്ലെടുത്തിട്ട് ചട്പട്ടിന് കാണിച്ചിട്ട് പറഞ്ഞു, ഗിഡ്ഡി ഐസി ലോ ജോ സ്യാദ ഫാരി ഓർ ഗുർദരി നാഹോ. നല്ല മിനുസമുള്ളതായിരിക്കണം, നല്ല വെയിറ്റ് പാടില്ല. ഹൽക്കി ഓർ ചിക്നി ഹോ ഓർ ഉസേ ഈസ് തരഹ് ഫേങ്കോ. എന്നിട്ട് അതിനെന്ത് ചെയ്യാതെ ഇതേപോലെ അങ്ങ് എറിയണം. ലേക്കിൻ അബ് തക്ക് ചട്പട്ട് കാ ധ്യാൻ ബട്ട് ചുക്കാ താ. വഹ് പോക്കർ കെ പാനി പർ തൈർത്തി ബതക്കോം കോ ധ്യാൻ സെ ദേഖ് രഹാ താ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ചട്പട്ടിൻ്റെ ശ്രദ്ധ എന്ത് ചെയ്തു? ആ വെള്ളത്തിലിരിക്കുന്ന ആരായിരുന്നു? താറാവിനെ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതായിരുന്നു കഥ. അപ്പോൾ അവരുടെ സ്കൂൾ ജീവിതവും സ്കൂളിൽ പോകുന്ന സമയത്ത് നടക്കുന്ന കാഴ്ചകളും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ കഥയിൽ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ അനുഭവങ്ങളൊക്കെ കാണില്ലേ? ഇതൊക്കെ കാണുമ്പോൾ തന്നെ പഴയ കുട്ടിക്കാലമൊക്കെ എന്ത് രസമായിരുന്നു സ്കൂളിൽ പോകുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നത് ഇവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കഹാനിക്ക് പാത്രോക്കി വിശേഷതായേയും പഹച്ചാനെയും സഹി മിലാൻ കരെ. ഇവിടെ നട്കട്ടിൻ്റെയും ചട്പട്ടിൻ്റെയും കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്പട്ടിൻ്റെ എന്തൊക്കെയാണ്, നട്കട്ടിൻ്റെ എന്തൊക്കെയാണെന്ന് വേണം എഴുതേണ്ടത്. ആദ്യം നട്കട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്ത. നട്കട്ടിന് കടലാസിൽ വള്ളമുണ്ടാക്കാൻ അറിയാമായിരുന്നോ? അറിയാമല്ലേ? നട്കട്ടല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ അവിടെ നട്കട്ടെന്ന് എഴുതുക. അടുത്ത് വേറെന്തറിയാം? നട്കട്ട്. നട്കട്ട് കോ നദിമേ തൈർന ആത്ത ഹെ. നട്കട്ടിന് നീന്താൻ അറിയാമോ? ഇല്ല അല്ലേ? പിന്നെ ആർക്കറിയാന്നുള്ളത്? ചട്പട്ട്. ചട്പട്ട് നദിമേ തൈർന ആത്ത. അടുത്ത് നട്കട്ട് ബാഗ് സെ ആം തോടുത്ത. നട്കട്ട് എന്ത് ചെയ്യുന്നു? പോകുന്ന വഴിയിലൊക്കെ അവിടെ തോട്ടം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? മാങ്ങയൊക്കെ പറിക്കും. അപ്പോൾ മാങ്ങ പറിക്കുന്ന ആരാണ്? നട്കട്ട്. മാസേ ഷിക്കായത്ത് കർത്താ ഹെ. അമ്മയോട് പരാതി പറഞ്ഞത് ആരാണ്? നട്കട്ടാണോ ചട്പട്ടാണോ? നട്കട്ട് അല്ലേ. അടുത്ത് ബർഗദിക്ക് ജടയും പക്കടുക്കൽ ചൂല ചൂൽത്താ ഹെ. അവിടെ അരയാൽ മരത്തിലെ വള്ളികളിൽ തൂങ്ങുന്നതാരാണ്? നട്കട്ട്. ചോട്ടേക്ക ഹാത്ത് പക്കടുക്കൽ ദൗഡ്ത്താ ഹെ. ഇളയൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഓടിയതാരാണ്? ചട്പട്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അടുത്ത കഹാനി സെ ശബ്ദ ജോഡേ ചുനെ अपने वाक्यों में प्रयोग करें. जैसे ഫായി ഓർ മേ സാത്ത് സാത്ത് പഠിത്തേ ഓർ സാത്ത് സാത്ത് ഹി കേൾത്തേ. ചേട്ടനും ഞാനും ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ബഹൻ എഴുതാം. ബഹൻ ഓർ മേ സാത്ത് സാത്ത് ആത്തേ ഹെ ഓർ സാത്ത് സാത്ത് ഹി കേൾത്തേ ഹെ. അല്ലെങ്കിൽ പീത്തേ ഹെ. പീത്തേ ഹെ എന്താണ്? കുടിക്കുന്നു. കേൾത്തേ ഹെ കളിക്കുന്നു. ആത്തേ ഹെ വരുന്നു. ജാത്തേ ഹെ പോകുന്നു. പഠിത്തേ ഹെ പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ എഴുതാം. അടുത്ത് ചട്പട്ട്. ചട്പട്ട് കോ തൈർന ആത്താ ഹെ. ചട്പട്ടിന് നീന്താൻ അറിയാം. നട്കട്ട് കോ നാവ് ബനാന ആത്താ ഹെ. നട്കട്ടിന് വള്ളമുണ്ടാക്കാൻ അറിയാം. ലിക്കേ ആപ്പോ ക്യാ ക്യാ ആത്താ ഹെ. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത്? മുझे സൈക്കിൾ ചലാന ആത്താ ഹെ. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം. മുझे ചിത്ര ബനാന ആത്താ ഹെ. എനിക്ക് ചിത്രം ഉണ്ടാക്കാൻ അറിയാം. മുझे ഗാന ആത്താ ഹെ. പാട്ട് പാടാൻ അറിയാം. മുझे ഖാന പക്കാൻ ആത്താ ഹെ. പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇങ്ങനെ എന്തൊക്കെയാണ് അറിയാമെന്നുള്ളത് അതൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്ന വർക്ക്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായാലും ഇതൊക്കെ നോട്ടിലോട്ട് എഴുതുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പട്കഥ ചോദിക്കാം, ക്വസ്റ്റ്യൻ ആൻസർ വരും, പിന്നെ വാർത്താ ലാബ്, ഡയറി, കത്ത്, പോസ്റ്റർ, പ്ലക്കാർഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, കൊടുത്തിരിക്കുന്ന വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുക.
അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ചാനലിൻ്റെ 3 വീഡിയോസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ അത് നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.